ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കോഴ കേസുണ്ടാവുക, കോഴ ചോദിക്കുക, അത് ഒരാൾക്കെതിരായ ഒരു വ്യവസായിക്കെതിരായ കേസ് അത് ഒതുക്കി തീർക്കണമെങ്കിൽ കൈക്കൂലി ചോദിക്കുക, അത് പിന്നീട് വലിയ പുലിവാലായി മാറുക. അപ്പോൾ ED ഉദ്യോഗസ്ഥൻ അങ്ങനെ പ്രതിയായിരിക്കുകയാണ്. ഈ കേസിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിജിലൻസ്. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇവർ കഴിഞ്ഞ നാളുകളിൽ വിളിച്ച ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ വിജിലൻസ് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. 50,000 രൂപ കൈമാറിയ മുംബൈ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ് നടക്കുന്ന മറ്റൊരു കേസാണ്. ഈ ED ഉദ്യോഗസ്ഥൻ എത്ര ആളുകളുമായി ഈ ഇടപാടിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളൊക്കെ നിലവിൽ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ടോ? നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, സ്മിത, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെയിൽ തന്നെ വിളവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സേനയ്ക്കാകെ തന്നെ നാണക്കേടുണ്ടായ സംഭവമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ അറസ്റ്റോട് തന്നെ പുറം ലോകം അറിഞ്ഞത്. നമുക്കറിയാം, ED കേസ് ഒഴിവാക്കാനായി 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഒന്നാം പ്രതി EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസായതുകൊണ്ട് തന്നെ ഒരു പഴുതുകളില്ലാത്ത തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ വിജിലൻസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഇഴകീറി പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് വിജിലൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യത്തിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോൾ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനും തന്നെ പ്രാഥമികമായ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് വേണം ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ED ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് നടപടിയിലേക്ക് പോവുകയുള്ളൂ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മുംബൈയിലേക്ക് ഇവർ പ്രതികൾ നിക്ഷേപിച്ച 50,000 രൂപയുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു കടലാസ് കമ്പനിയാണോ എന്ന സംശയം എന്തായാലും വിജിലൻസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ പശ്ചാത്തലം, ഈ പ്രതികളുടെ ഫോൺ കോൾ സംഭാഷണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ, ഇവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണെന്ന് ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കുന്നു. എന്തായാലും ശക്തമായ തെളിവുകൾ ശേഖരിച്ചാകും വിജിലൻസിന്റെ തുടർ നടപടി ഉണ്ടാവുക. ഒരുപക്ഷെ ഏതെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് വിജിലൻസ് സേനയ്ക്ക് നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ED ഉദ്യോഗസ്ഥൻ ഒരു കേസിൽ പ്രതിയായ ഒരു കേസായതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകൾ ശേഖരിച്ചാകും ഇനിയുള്ള തുടരന്വേഷണം മുന്നോട്ട് പോകുക. എന്തായാലും 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ചില നിർണായക വിവരങ്ങൾ എന്തായാലും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുൻപും EDക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ അറസ്റ്റ്. എന്തായാലും കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിലേക്കും വിജിലൻസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും EDയുടെ പേരിന് കളങ്കമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.